ഐശ്വര്യ, ഒപ്പം ഈ സർക്കാരിനെതിരായ തുടർ പ്രതിഷേധം ഇന്ന് KPCC പ്രഖ്യാപിക്കുകയാണ്. മെയ് 2-ാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും, ഈ തുടർ പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ നടത്താനായിരിക്കും KPCCയുടെ ഒരു തീരുമാനം വരിക? ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിയമസഭയ്ക്കുള്ളിൽ UDFന്റെ ഒരു പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം UDFന്റെ ലീഡേഴ്സ് മീറ്റിംഗ് ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മെയ് 2-ാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നടത്താനാണ് ഇന്നലത്തെ യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം നടത്തി ഏത് രീതിയിലായിരിക്കും UDFന്റെ തുടർ സമരം എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഈ മെയ് 2-ാം വാരം നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയലിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിൽ സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിലൊരു പ്രഖ്യാപനം UDF കൺവീനർ MM ഹസന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 മണിയോടുകൂടിയാണ് KPCCയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ തുടർ സമരങ്ങളൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് AICCയുടെ ആഹ്വാന പ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെ സമരപരിപാടികൾ ഇവിടെ തലസ്ഥാനത്തടക്കം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാരിനെതിരെ കൂടി സമരം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ളത് ഒരുപക്ഷെ UDFന്റെ സമര പരിപാടികളിൽ, ഐശ്വര്യ, സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ള UDFന്റെ സമര പരിപാടികളിൽ കുറെ നാളുകളായി ഉള്ള ആക്ഷേപമാണ് കാര്യമായ സമരങ്ങളും നടക്കുന്നില്ല എന്നുള്ളത്. സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് വെച്ചാൽ അതൊരു വലിയ തോതിലുള്ള സന്നാഹങ്ങളും ഒക്കെയായി നേരത്തെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ഒരു സമരമുണ്ട്, സമാനമായ രാപ്പകൽ സമരം. അതിനോടൊക്കെ കിടപിടിക്കത്തക്ക രീതിയിൽ വലിയ സന്നാഹങ്ങളോടെ വലിയ പ്രാതിനിധ്യത്തോടെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്? സർക്കാരിനെതിരെ അത്ര വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇന്നലെ നിയമസഭ അവസാനിച്ചു. നമുക്കറിയാം, നിയമസഭയ്ക്ക് അകത്ത് സത്യഗ്രഹം കിടക്കാൻ ആരംഭിച്ചപ്പോൾ അവസാനിപ്പിച്ച് സർക്കാർ രക്ഷപ്പെട്ടുവെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് UDFന്റെ സമര രീതികളിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികൾ കോൺഗ്രസും UDFും അത്രമേൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം UDF ലീഡേഴ്സ് മീറ്റിംഗ് കൂടിയത്. കാരണം RSP അടക്കം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്രയധികം വിഷയങ്ങൾ, സ്വപ്ന സുരേഷിന്റെ വിഷയം, ഈ നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളി, അങ്ങനെ തുടങ്ങിയ ഒരുപാടധികം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ, അതായത് നിയമസഭയെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കോൺഗ്രസിനും UDFനും ആയില്ല എന്നുള്ള പരാതി ഘടകകക്ഷികൾ തന്നെ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം UDFന്റെ ലീഡേഴ്സ് മീറ്റിംഗ് കൂടി ഈ സെക്രട്ടേറിയറ്റ് വളയലടക്കമുള്ള സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാർ കാലത്ത് LDF നടത്തിയതുപോലൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ പൊതുവെ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭരണകക്ഷി അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെയും കോൺഗ്രസിന്റെ ഉൾപാർട്ടി വിഷയങ്ങളിലൂടെ കോൺഗ്രസ് തന്നെയാണ് എപ്പോഴും പ്രതിരോധത്തിലാവുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് ഈ സമരത്തിന് ഏത് രീതിയിൽ നേതൃത്വം നൽകുമെന്നുള്ളത് മെയ് 2-ാം വാരം കണ്ടറിയാം.